കോഴിക്കോട് ICU പീഡന കേസിൽ അതിജീവിതയ്ക്ക് മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് ജില്ലാ പോലീസ് മേധാവി. മനുഷ്യാവകാശ കമ്മീഷന് നൽകിയ റിപ്പോർട്ടിലാണ് വിശദീകരണം. ലഭിച്ച എല്ലാ പരാതികളിലും കൃത്യമായ അന്വേഷണം നടത്തി നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. രതീഷ് വാസുദേവനാണ് വിവരങ്ങളുമായി ചേരുന്നത്. രതീഷ്, എന്താണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിലുള്ള ഒരു ന്യായീകരണം, വിശദീകരണം? സ്വാതി, മനുഷ്യാവകാശ കമ്മീഷൻ ഇത്തരത്തിൽ ഒരു പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അതിജീവിതയുടെ പരാതി പോലീസ് വേണ്ട രീതിയിൽ തന്റെ കേസ് അന്വേഷിച്ചില്ല എന്നതായിരുന്നു. ഇത് സംബന്ധിച്ച് മനുഷ്യാവകാശ കമ്മീഷൻ ജില്ലാ പോലീസ് മേധാവിയോട് വിശദീകരണം ചോദിച്ചിരുന്നു. ആ വിശദീകരണത്തിലാണ് ഇത്തരത്തിൽ യാതൊരു കാര്യവും ഉണ്ടായിട്ടില്ലെന്നും കൃത്യമായ അന്വേഷണ സംഭവത്തിൽ നടക്കുന്നുണ്ടെന്നും ജില്ലാ പോലീസ് മേധാവി മനുഷ്യാവകാശ കമ്മീഷനെ അറിയിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. 2021 മാർച്ച് 18 അതിജീവിതയ്ക്ക് ദുരാനുഭവം ഉണ്ടാവുന്നു. തുടർന്ന് മാർച്ച് 19 തന്നെ കേസ് രജിസ്റ്റർ ചെയ്തു. 2023 ജൂൺ 8 കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. ജൂലൈ 27 അതിജീവിത ജില്ലാ പോലീസ് മേധാവിക്ക് വീണ്ടും സമർപ്പിച്ച പരാതിയിലും മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് കമ്മീഷണർ ഉൾപ്പെടെ അന്വേഷണം നടത്തിയിരുന്നെന്നും വിശദീകരണത്തിലുണ്ട്. അതിജീവിത നൽകിയ എല്ലാ പരാതികളുടെ അടിസ്ഥാനത്തിലും അന്വേഷണം നടത്തിയ പോലീസ് അന്വേഷണങ്ങളെ എല്ലാ റിപ്പോർട്ടുകളും അതിജീവിതയ്ക്ക് കൈമാറിയിട്ടുണ്ട്. പോലീസ് കമ്മീഷൻ ആസ്ഥാനത്ത് അതിജീവിത നടത്തിയ സമരം പോലും പോലീസ് ഇടപെട്ട് അവസാനിപ്പിച്ചിരുന്നു എന്നും ഈ മനുഷ്യാവകാശ കമ്മീഷൻ നൽകിയ വിശദീകരണത്തിൽ പറയുന്നു. അത്തരത്തിൽ ഒരു തരത്തിൽ പോലീസിന്റെ ഭാഗത്ത് മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉണ്ടായിട്ടില്ലെന്നാണ് ഈ റിപ്പോർട്ട് നൽകുന്നത്. മനുഷ്യാവകാശ പ്രവർത്തനായ നൌഷാദ് സക്കീൽ സമർപ്പിച്ച പരാതിയിലായിരുന്നു മനുഷ്യാവകാശ